മൂന്നാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി രാജ്യം. നാളെ പോളിംഗ് ബൂത്തിലെത്തുക 95 മണ്ഡലങ്ങളാണ്. കൂടാതെ പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും പങ്കെടുക്കും. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. മൂന്നാം ഘട്ട ജനവിധിക്കായി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ജനവിധി. 95 മണ്ഡലങ്ങളിലാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. കെ പി, പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് 95 മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തുമായാണ് നാളെ പോളിംഗ് നടക്കുക. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ 3 സംസ്ഥാനങ്ങളിൽ പതിവ് പോലെ നാളെയും വോട്ടെടുപ്പുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും അതോടൊപ്പം തന്നെ വളരെ വലിയ സംസ്ഥാനവും എന്ന പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് 7 ഫേസുകളിലും ഈ 3 സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇത് കൂടാതെ ദക്ഷിണ ഭാരതത്തിലെ കർണാടകം അടങ്ങുന്ന സംസ്ഥാനങ്ങളിലും നാളെ മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം ഗുജറാത്തിലെ ആകെയുള്ള 26 ലോക്സഭാ സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ്. നമുക്കറിയാം 2014-ലും 2019-ലും 26 സീറ്റുകളും BJPക്ക് സമ്മാനിച്ച ഒരു സംസ്ഥാനമാണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത്. അവിടുത്തെ മുഴുവൻ സീറ്റുകളിലും നാളെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. ഒപ്പം കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിലെ രജൗരി സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മു കശ്മീരിൽ 5 ലോക്സഭാ മണ്ഡലമുണ്ട്. അതിൽ ഓരോ ഫേസിലായാണ് ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ വോട്ടെടുപ്പ് അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആദ്യ 2 ഫേസുകൾ സമാധാനപരമായി തന്നെ പൂർത്തിയായി. കേരളം അടങ്ങുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. ഇനിയും ഘട്ടം ഘട്ടമായി ഈ വോട്ടെടുപ്പ് ഇനിയും നടക്കാൻ പോകുന്നത് നാളെ കഴിഞ്ഞാൽ പിന്നീട് 13-ാം തീയതിയും പിന്നീട് 20, 25, ജൂൺ മാസം 1 എന്നിങ്ങനെയാണ് ബാക്കി ഫേസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും കൊട്ടിക്കേറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തി. അവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് അദ്ദേഹം ഒരു വലിയ റോഡ് ഷോയും ഇന്നലെ വൈകുന്നേരം അയോധ്യയിൽ നടത്തിയിരുന്നു. 10,000-കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിയെ കാണുന്നതിനായി അയോധ്യ നഗരത്തിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടിയത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ അയോധ്യ സന്ദർശനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അയോധ്യ അടങ്ങുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികൾ 2 സംസ്ഥാനങ്ങളിലാണ്. ഒന്ന് ഒഡീഷയിലാണ്. ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒഡീഷ. ഇത്തവണ അവിടെ BJPയും അവിടുത്തെ നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള ബിജു ജനതാദളും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 21 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 8 സീറ്റുകൾ നേടിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം BJP നടത്തി. ചരിത്രത്തിലെ തന്നെ ഒഡീഷയിലെ ഏറ്റവും മികച്ച BJPയുടെ പ്രകടനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. നിയമസഭയിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞ തവണ BJPക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ഒഡീഷയിൽ BJP ഇതിനകം എത്തിയിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ 24 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളും അതോടൊപ്പം തന്നെ BJPയും തമ്മിലാണ് നിലവിൽ ഒഡീഷയിലെ പ്രധാനപ്പെട്ട മത്സരം. കോൺഗ്രസ് അവിടെ ചിത്രത്തിൽ നിന്ന് ഏതാണ്ട് മാഞ്ഞു പോകുകയാണ്. അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ചെറുകക്ഷി എന്ന നിലയിലേക്ക് കോൺഗ്രസ് ഒഡീഷയിൽ മാറിയിരിക്കുന്നു. അവിടെ BJP കരുത്താർജിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒഡീഷയിൽ 2 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുന്നത്. കൂടാതെ ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിലേക്ക് അദ്ദേഹം ഇന്ന് എത്തുന്നുണ്ട്. ആന്ധ്രയിലും 2 റാലികൾ പ്രധാനമന്ത്രിക്കുണ്ട്. ആന്ധ്രയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും നമുക്ക് അറിയാം. അവിടെ BJP TDP സഖ്യമാണ് ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ ഇതേ സമയത്ത് BJP അവിടെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്ന ഒരു പശ്ചാത്തലമാണെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയുമായി BJP
സഖ്യത്തിൽ മത്സരിച്ചാണ് YSR കോൺഗ്രസിന് ഒരു കനത്ത മത്സരം അവിടെ നടക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഒരു മൂന്നാം ഊഴത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJP അല്ല അധികാരത്തിലിരിക്കുന്നത്, ബിജു ജനതാദളും. ഒപ്പം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധീശത്വമുള്ള ഒരു പ്രദേശം കൂടിയാണ് ആന്ധ്ര എന്ന് നമുക്കറിയാം. ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എത്രത്തോളം വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം? പ്രത്യേകിച്ച് ഒഡീഷയിലടക്കം ഈ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാത്ത ഒരു സാഹചര്യം, ഒരു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് BJP നീങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അത് എത്രത്തോളം ആവേശവും ആത്മവിശ്വാസവും പകരുകയാണ്? ഈ രണ്ട് സംസ്ഥാനത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ BJP കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അതായത് BJP നിലവിൽ ഭരിക്കുകയോ മുൻപ് ഒറ്റയ്ക്ക് ഭരിക്കുകയോ ചെയ്തിട്ടുള്ള സംസ്ഥാനമല്ല. പക്ഷേ BJP അവിടെ അതിൻ്റെ സംഘടനാ സംവിധാനം ചിട്ടയായ രീതിയിൽ ചെയ്ത് കൂടുതൽ കരുത്താർജിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ഈ ഒഡീഷയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും. മാത്രമല്ല BJP ഇത്തവണ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാട്ടിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങളിൽ കൂടി മികച്ച മുന്നേറ്റം നടത്തിയാണ്. അതായത് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ച സീറ്റ് എന്നത് 303 ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. എന്നാൽ 303 സീറ്റ് BJPക്ക് ദേശീയ തലത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. 2014 അത് 282 സീറ്റാണ്. ഈ തവണ BJP ഒറ്റയ്ക്ക് തന്നെ ഒരു 350 ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ് BJP ഒറ്റയ്ക്ക് നടത്തുന്നത്. അതിനാൽ സ്വാഭാവികമായും അതിൻ്റെ കണക്ക് കൂട്ടലുകൾ വരുന്നത് കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളുണ്ട്. വിശാല സംസ്ഥാനമായ ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ, രാജ്യ തലസ്ഥാനമായ ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഇവിടെയൊക്കെ ഈ തവണ അതേ സീറ്റുകൾ തന്നെ ലഭിക്കും. അതായത് BJPക്ക് അവിടെ ഒരു കുറവ് വരാൻ സാധ്യതകളില്ല. മോദി പ്രഭാവത്തിൽ അതിൻ്റെ ഒരു തുടരാവർത്തനം ഈ ഉത്തര ഭാരതത്തിലെ സീറ്റുകളിൽ ഉണ്ടാവും. നോർത്ത് ഈസ്റ്റിലും BJPയും അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കും അവിടെ മുൻതൂക്കമുണ്ട്. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. ദക്ഷിണ ഭാരതത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാനാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടു ശക്തമായ പ്രചരണം BJP നടത്തുകയും മത്സര രംഗത്ത് BJP മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ ശക്തമായ മത്സരം നൽകുകയും പല സീറ്റുകളിലും അത് BJP തന്നെ വിജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാകുന്നൊരു സാഹചര്യവുമൊക്കെ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാട്ടിൽ കൂടുതൽ സീറ്റുകൾ BJP ലക്ഷ്യമിടുന്നത് ഒന്ന്, ദക്ഷിണ ഭാരതത്തിൽ ലഭിക്കേണ്ട സീറ്റുകളുടെ എണ്ണം കൂട്ടുക. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി കൂടുതൽ സീറ്റുകൾ നേടുകയും ഒപ്പം ഒഡീഷ, കാരണം ഒഡീഷയിൽ കഴിഞ്ഞ തവണ 21 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 8 സീറ്റുകൾ നേടി. അത് തന്നെ വലിയ സംഭവമാണ്. കാരണം ഒഡീഷയിൽ അങ്ങനെ BJPക്ക് ഒറ്റയ്ക്ക് അത്ര മികച്ചൊരു പ്രകടനമൊന്നും മുൻപ് സാധ്യമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ 8 നേടിയെങ്കിൽ ഈ തവണ അതൊരു 15നോ 16നോ ഒക്കെ അടുത്തേക്ക് നമ്പർ ഉയർത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതിനാൽ ഒഡീഷയിൽ അതിശക്തമായ പ്രചരണം BJP നടത്തുന്നുണ്ട്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിജു ജനതാദൾ വേഴ്സസ് BJP എന്ന നിലയിലേക്ക് ഒഡീഷയിലെ മത്സരം മാറിയിരിക്കുന്നു. ഒപ്പം ഒഡീഷയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള പശ്ചിമ ബംഗാളിലും BJP കഴിഞ്ഞ തവണ തന്നെ കരുത്താർജിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. 42 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 18 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാനെന്ന് BJPക്ക് സാധിച്ചിരുന്നു. ഈ തവണ അതൊരു 25-നും 30-നും ഇടയിൽ സീറ്റുകൾ ബംഗാളിൽ നേടിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ സീറ്റുകൾ കുറവുള്ള സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു 350 ക്രോസ് ചെയ്ത് BJPക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. NDA ഒരു 400-ന് മുകളിൽ എത്തിക്കുവാനുള്ള ശ്രമവും BJPയുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് രാജ്യമൊരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ജനങ്ങൾ എത്തിച്ചേരുക. 95 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. കൂടാതെ പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുകയാണ്. ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.